ഏറ്റവും ഒടുവിൽ അഖിൽമാർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. പണ്ടൊക്കെ പ്രസവം വളരെ ഈസി ആയിരുന്നു എന്നുള്ളത്. ശരിക്കും അത്ര ഈസി ആയിരുന്നോ പ്രസവം? അതെനിക്ക് ഈസി ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ 5-6 തവണ അഖിൽമാരാർ പ്രസവിച്ചപ്പോൾ വളരെ എളുപ്പമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അതിൽ തെറ്റില്ല. പിന്നെ അഖിൽമാരാര് പ്രസവിച്ച് ഈസി ആയിരുന്നു മാത്രമല്ല, അതിനുശേഷം 2 കിലോ അരിയും കൂടി പുള്ളി ഇടിച്ചിട്ടുണ്ടെന്നാണ്. അത് വെച്ച് അരിയുണ്ട ഉണ്ടാക്കിയോ ഇനി വേറെ ഏതെങ്കിലും അവലോസ് പൊടിയാണോ എന്താണ് പുള്ളി ഉണ്ടാക്കിയത് എന്നുകൂടി പറഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായിരുന്നു. കാരണം ഇതാണ് എനിക്ക് അഖിൽമാരാരെ കുറിച്ച് ഏറ്റവും ആദ്യമേ പറയാനുള്ളത്. ഇതുപോലെയുള്ള ഈ വേണ്ടാത്തരങ്ങളും വേളാങ്കിക്കലും ഒക്കെ കേൾക്കാൻ നമ്മുടെ നാട്ടിലെ ജനം എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അഖിൽമാരാരെ ഇന്റർവ്യൂ ചെയ്തത് എനിക്ക് തോന്നുന്നു ഷിജിന എന്നേറ്റ പറഞ്ഞ ഏതൊരു പുള്ളിക്കാരിയാണ് എന്നാണ് എന്റെ തോന്നുന്നത്. ആ പുള്ളിക്കാരിയൊക്കെ അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ മറ്റേ സെലിബ്രിറ്റികളിലേക്ക് മുമ്പിൽ ചെല്ലുമ്പോ ഭയങ്കരമായി ഭയഭക്തി ബഹുമാനത്തോട് തരളിതയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ പെങ്കൊച്ചിന് ഇവനിരുന്ന് പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ അത് പാവം ഇങ്ങനെ ഇരുന്ന് മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായ? ഇതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ അവൻ പലതും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പിന്നെ അവൻ പറയുന്നത് ഇവിടെ മറ്റേ തൃക്കാക്കരയിൽ MLA ആയാൽ അവൻ മറ്റേ അവിടെ ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അവൻ തെറ്റിദ്ധരിപ്പിക്കില്ല. അതായാൽ ഞാൻ ഈ നാട് വിടും, ഞാൻ ഈ കേരളം ഉപേക്ഷിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെയാണ് വോട്ട് ചെയ്തത്. ഇനി അതും കൂടി ആയാൽ പിന്നെ അത്രയും മണ്ടന്മാരടക്കം നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വല്ല കൂലിപ്പണി എടുത്ത് എന്ത് ചെയ്യാം, ജീവിക്കുന്നതായിരിക്കും. അദ്ദേഹം മണ്ടനാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം ഭൂലോക മണ്ടനാണ്. പക്ഷെ ഇത്തരത്തിലുള്ള വേളാങ്കിക്കലായി ഇപ്പൊ ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും ഇപ്പൊ ഞാൻ ബാക്കിയുള്ളവരുടെ പേര് ഇപ്പൊ ആറാട്ടെണ്ണൻ അല്ലെങ്കിൽ അലിൻ ജോസ് പെരേര എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ഒരു കൂടിയ ഇനമാണ് ഈ അഖിൽമാരാർ പോലെ. ഇവന്റെ വൈഫിന്റെ ഇന്റർവ്യൂ കണ്ടതാണ്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇത്? ഇവന്റെ വൈഫിന്റെ അല്ല ഞാൻ പറയാ അല്ല അത് പോട്ടെ, നമ്മൾ അവരെ കുറിച്ചൊന്നും പറയണ്ട. ഇവന്റെ വൈഫിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത് ഇപ്പൊ എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അനിയത്തിയെ കുറിച്ച് പറഞ്ഞപ്പോ അതൊരു തവണ വന്നത് നമ്മളിപ്പോ ഒരു കയ്യില്, അതായത് ഒരു പ്ലേറ്റിനകത്ത് നമ്മളിപ്പോ ഒരു മിക്സറോ വേറെ എന്തെങ്കിലും സാധനങ്ങളോ എടുത്തിട്ട് വരികയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അനിയത്തി വന്നിട്ട് ഒറ്റ കുത്തങ്ങ് കുത്തുമ്പോൾ, കാരണം ആ പെൺകുട്ടിക്ക് മെന്റലി ചെറിയ അസുഖമുള്ള ഒരാളാണ് അനിയത്തി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഒറ്റ കുത്തെന്ത് ചെയ്യും, കുത്തും. അപ്പൊ അത് മുഴുവൻ അവിടെ തെറിച്ചു വീഴും. സാറേ അങ്ങനെ നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അതിജീവിച്ചിട്ടാണ് ഒരു ദിവസം കടന്ന് പോകുന്നത്. പക്ഷെ അത് അസുഖമുള്ള ഒരു ചെറിയ പെങ്കൊച്ചാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ വിടാം. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു കഥ കേൾക്കുന്നത് ഈ അഖിൽമാരുടെ ഭാര്യയുടെ ഇന്റർവ്യൂവിലാണ്. അഖിൽമാരുടെ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഖിൽമാരുടെ ഭാര്യ രാവിലെ മുറ്റമൊക്കെ അടിച്ച് ചപ്പുചവറുകളൊക്കെ പെറുക്കി എല്ലാം മാറ്റി ക്ലീനാക്കി ഇടും. അപ്പൊ അഖിൽമാരെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേണ്ടി ചപ്പിയവറുകളൊക്കെ വാരിയിടും. അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയണം, അല്ല ഒന്നുകൂടി ഒന്ന് അടിച്ചാൽ പോരെ. പിന്നെ അലക്കിയ ഡ്രസ്സൊക്കെ തന്നെ അഴുക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി കൊണ്ടിടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാരാരിൽ നിന്ന് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. അത് അത്രേ ഉള്ള കാര്യം. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് ജനാധിപത്യം എന്താണ്, സോഷ്യലിസം എന്താണ്, രാഷ്ട്രീയ പാർട്ടിക്കാർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരു MLA ഭംഗിയായി വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ പാവം പിടിച്ച പെങ്കൊച്ചിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിനേക്കും പൂക്കുമെന്ന് അറിയാത്തൊരു പെങ്കൊച്ചാണ്. കാരണം രാഷ്ട്രീയം ഒന്നും അറിയാൻ പാടില്ല, ആകെ സിനിമാക്കാരുടെ ഇന്റർവ്യൂ എടുക്കാനേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അറിയാൻ പാടുള്ളൂ. അല്ല എല്ലാവർക്കും ഒരു സംശയമാണ്, ഇദ്ദേഹം പറയുന്നു ഇതൊക്കെ വളരെ ഈസിയാന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വൈഫിന് 2 കുട്ടികളല്ലേ? ഏതാ? അല്ല ഇദ്ദേഹം പറയുന്നത് ഇതൊക്കെ വളരെ ഈസി പ്രൊസീജിയർ ആണെന്നാണ് പറയുന്നത്. ഞാൻ വേറൊരു വീഡിയോ ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ഷെഫീന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുടെ വീഡിയോ ആണ്. ഞാനിന്ന് ബൈ ചാൻസിന് ഞാനിന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടിയത്. അതിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മറ്റേ അതിന്റെ ടൈറ്റിൽ തന്നെ ഞാൻ മണ്ടൻ എന്നിട്ടിട്ട് പിന്നുള്ളത് മൈ വെച്ചിട്ടുള്ള ഒരു പദമാണ്. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം എന്റെ ഇത് അനുവദിക്കാത്തതുകൊണ്ട് പറയുന്നില്ല. അവർ കൊടുത്തേക്കുന്ന തമ്പതാണ് മണ്ടൻ മൈ. മൈ എന്ന് പറഞ്ഞാൽ ഏതാന്ന് മനസ്സിലായത് താങ്കൾക്ക്? പണ്ട് മറ്റേ സതീശൻ എവിടെയെന്ന് മറ്റേ നമ്മുടെ കെ സുധാകരൻ ചോദിച്ചിട്ടുള്ള വാക്കുണ്ടല്ലോ, അതേ വാക്ക് തന്നെയാണ് അവർ കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള വേളാങ്കിത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ ഇതൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? അതുപോലെ അഴിമതി ചെയ്യാത്ത പാർട്ടിയാണ് BJP. കഴിവുള്ളവരെ കോൺഗ്രസിനുകാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇവനെടുക്കാത്തത്. പിന്നെ ആ ഇന്റർവ്യൂവിൽ ഇവനൊരു കാര്യം പറയുന്നുണ്ട്, അത് കൃത്യമാണ്. അതായത് ഇവൻ ആദ്യമേ തന്നെ BJP-കാരോട് എന്നിട്ട് ചോദിച്ചു, കൊട്ടാരക്കരയിൽ എനിക്ക് ഞാൻ സ്ഥാനാർത്ഥി ആകേട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് നിന്ന് പിന്തുണക്കുവാന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് ലേശം ബുദ്ധിയുള്ളതുകൊണ്ട്, ഭീമനെക്കുനെയൊക്കെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ എന്താണ് അലറൻ റോബിനെയൊക്കെ സ്ഥാനാർത്ഥിയൊക്കെ പാർട്ടിയാണ്. പക്ഷെ എങ്കിലും കുറച്ച് വെളിവ് ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് പിന്തുണക്കുന്ന പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, കൊട്ടാരക്കരയിൽ രശ്മി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു, സോറി മോനെ ആ പണി നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് BJP രക്ഷപ്പെട്ടു. അപ്പൊ BJP അങ്ങനെയൊന്നും പെട്ടെന്ന് രക്ഷപ്പെടില്ലെന്ന് മനസ്സിലായി. കാരണം വളഞ്ഞ വഴിക്ക് BJP കയറി. അല്ല എനിക്കൊരു സംശയം തോന്നിയത്, എന്തുകൊണ്ടായിരിക്കും സാബു ജേക്കബിന് ഒട്ടും ബുദ്ധിയില്ലാതെ പോയത്?
ഏതാ സാബു ജേക്കബിന് ഒട്ടും സാബു ബുദ്ധിയില്ലാതെ ജേക്കബ്? പോയത് എന്തുകൊണ്ടാ? സാബു സാർ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ബുദ്ധിയൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നണത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2020 കാരണം ഈ സ്ഥാനാർത്ഥി കൊണ്ട് മാത്രമല്ല, ഇവരെ പോലെയുള്ള വേളാങ്കിക്കൽ മാത്രമല്ല, വേറെ ആളുകളെയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്റെ പല പരിചയക്കാരും ഒക്കെ ആയതുകൊണ്ടില്ലേ, കോട്ടയത്തൊക്കെ കൊണ്ടുപോയിട്ട് ഏറ്റുമാനൂരെ കൊണ്ടൊരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. ഇതൊക്കെ പോട്ടെ, ഇവൻ പറയുന്ന അടുത്ത വാചകം എന്താ അറിയാം, ഇവനൊക്കെ ആരോ ഈ പറഞ്ഞ കീ കൊടുത്ത് ഇവനെ പറ്റിക്കണാണ്. ഇവൻ പറയുന്നത് RSSന്റെ ആളുകൾ ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുമെന്ന്. എവിടെ ഇവന്റെ പ്രചരണം, അവനെ നിരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഏതോ 2-3 ഫ്ലെക്സ് ബോർഡുകളുടെ മറവിൽ ഇവൻ നിൽക്കണേന്ന്. മനസ്സിലായോ? ആ ഫ്ലെക്സ് ബോർഡുകളുടെ മറവിൽ എന്ന് ഇവന്റെ തന്നെ ഫ്ലെക്സ് ബോർഡാണ്. ആ ഫ്ലെക്സ് ബോർഡുകളുടെ മറവിൽ ഇവൻ നിൽക്കണേന്ന്. മറവിൽ നിൽക്കുമ്പോൾ അവര് പറയണത് കേട്ടേക്കണേ എന്താണെന്നറിയാമോ? ഈ സ്വീകാര്യത, അഖിൽമാരാർക്കുള്ള സ്വീകാര്യത ഗംഭീരമാണ്. ഈ സ്വീകാര്യത മുഴുവൻ ഒട്ടായി മാറിയാൽ 10,000 വോട്ടിന് മുകളിൽ ജയിക്കൂലാണ്. എന്തായാലും 4-ാം തീയതി വരെ ഈ തള്ളുള്ളു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ സങ്കടം ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് അഖിൽമാരാർ ജയിക്കും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഉമാ തോമസിന് ചിലപ്പോൾ 1-2 വോട്ട് കിട്ടിയേക്കാം. ചിലപ്പോൾ അവരവരുടെ മക്കളും ഒക്കെ എന്ത് ചെയ്യായിരിക്കും, വോട്ട് ചെയ്യായിരിക്കും. ബാക്കി എല്ലാ വോട്ടും അഖിൽമാരാർക്കായിരിക്കുമല്ല. എല്ലാ വോട്ടും അഖിൽമാരാർക്കായിരിക്കും. ഞാനും എന്നെ കൂടി പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 3 വോട്ട് ചിലപ്പോൾ വേറെ ആൾക്കെങ്കിലും കിട്ടുമായിരിക്കും. പിന്നെ മറ്റേ പുള്ളിക്കാരിക്കൊന്നും വോട്ട് കിട്ടില്ല. പുഷ്പാദാസിനൊന്നും കിട്ടില്ല വോട്ട്. ഭൂരിപക്ഷം ശരിക്കും പറഞ്ഞാൽ 1 കോടി 1.5 കോടി വരെ പോവാം. അപ്പൊ താങ്കൾ അത്ര വോട്ടുണ്ടാകും. വോട്ടൊന്നും വേണ്ട. മനസ്സിലായി? കെ സുധാകരൻ പറഞ്ഞ പോലെ 130-140 സീറ്റ് വേണമെങ്കിൽ 145 വരെ കിട്ടാം ആർക്ക് കോൺഗ്രസിന്. ഈ വെളിവില്ലായ്മയൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിത്ഷാ അവിടെ വന്നിട്ട് ഇവരാരെങ്കിലും വെടിവെച്ചു എന്നുള്ള ജനങ്ങൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് അല്ലേ? അത് കറക്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളത്, എനിക്ക് ആദ്യം തന്നെ കൊച്ചൗസ് ചിറ്റലപ്പള്ളിയോട് എനിക്ക് വലിയ ആദരവുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വീഗാലാൻഡ് പോലെ, അതുപോലെ തന്നെ വണ്ടർല പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് കിറ്റക്സ് ആപ്പോ അതുപോലത്തെ ഒരു പരിപാടി കൂടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ ആതിര ഡി നായർ മുതലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു വെച്ചിട്ട് എന്താണ്, ചക്ക പൊളിച്ചാൽ താമരയാവും, താമര പൊളിച്ചാൽ ചക്കയാവും എന്നൊക്കെ എന്ത് ചെയ്തു പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാർ പറയേണ്ട ഒറ്റ വാചകം കൂടി ഉള്ളു. അത് പണ്ട് ഒരു സിനിമയിൽ ജഗതി കൃത്യമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ജഗതി പറഞ്ഞിട്ടുണ്ട്, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, പക്ഷെ ലൈറ്റ് ഇട്ടാൽ ഒരിക്കലും സ്വിച്ച് കത്തില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അടിച്ച് വിറ്റായിട്ട് ഒരു ആസാമി ആയിട്ടുള്ള ഒരു തിരുമാലി സ്വാമി ഇരുന്ന് കോൺ തെറ്റിയിരുന്ന് എന്തോ വർത്താനം പറയണേ. മനസ്സിലായ? എന്നിട്ട് മറ്റേ വിദേശത്ത് നിന്നുള്ള വനിതകളെയൊക്കെ കൊണ്ട് കരയിപ്പിച്ച് റേറ്റിംഗ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, കൂടുതൽ ആളുകൾ ആകർഷിക്കണേ. പിന്നെ ഈ നാട്ടില് ഇതൊന്നും അത്ഭുതമായിട്ട് നിങ്ങൾ കരുതണ്ടേട്ടാ. ഇതൊന്നും അത്ഭുതമായിട്ട് കരുതണ്ട. ഈ നാട്ടില് നമുക്ക് ഇത്രയും കൂടി തൊലിക്കെട്ടിയുണ്ട്. വളരെ കൃത്യമായിട്ട് മണ്ടത്തരം പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആള് കൂടും. ഞാൻ ഒരു ഉദാഹരണം താങ്കളോട് പറയാം. നിത്യാനന്ദ എന്ന് പറയുന്ന വലിയൊരു അഭ്യാസിയുണ്ട്. പറയട്ടെ, നിത്യാനന്ദ എന്ന് പറയുന്ന വലിയൊരു അഭ്യാസിയുണ്ട്. അവൻ പോയ സ്ഥലത്ത് എല്ലാം പെണ്ണുപിടിയെ കേസിൽ അകത്തായി ഇടികിട്ടി അവിടെ നിന്ന് ഓടിയിട്ടുള്ള ഒരുത്തനാണ്. പക്ഷെ നിത്യാനന്ദ എന്ന് പറയുന്നത് ഇന്ന് കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യമില്ല കേട്ടാ. നിങ്ങളൊന്ന് ആലോചിക്കണം. കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. ഒരു മറ്റേ ആഫ്രിക്കൻ ദ്വീപിൽ പോയിട്ട് എന്ത് ചെയ്തു, ഒരു സ്ഥലം മേടിക്കാനുള്ള കരാറുണ്ടായി കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നിട്ട് അവൻ നാട്ടുകാരോട് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താണെന്നറിയോ? അത് കേൾക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു 100 കോടി ഉണ്ട്, നിങ്ങൾ വലിയ സമ്പന്നനായി, നിങ്ങൾ പണിയെടുത്ത് വലിയ വ്യവസായിയാണ്, വലിയ സമ്പന്നനാണെന്ന് വിചാരിക്കും. 500 കോടി ഉണ്ട്, നിങ്ങൾ 100 കോടി ഇവന് കൊടുക്കാനാ പറയണം. 100 കോടി കൊടുത്താൽ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ വലിയ സമ്പന്നാണല്ലോ, നിങ്ങൾ അടുത്ത ജന്മത്തിൽ ഏതെങ്കിലും പാവപ്പെട്ടവനായി പോയി എന്ത് ചെയ്യും? അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നിങ്ങൾ എവിടെയാണ് ജനിക്കുന്നതെന്ന് പുള്ളിയുടെ മറ്റേ സോഴ്സിങ് ടീം കണ്ടുപിടിക്കും. ഏത് മൈക്രോ ചിപ്പൊക്കെ വെച്ച് കണ്ടുപിടിക്കുമായിരിക്കും എന്നാണ് തള്ളടിക്കള. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഈ 100 കോടി നിങ്ങൾ ഇന്ന് നിത്യാനന്ദനെ ഏൽപ്പിക്കുമല്ലോ. ആ 100 കോടി നിങ്ങൾ നിത്യാനന്ദനെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഏത് കുടുംബത്തിലാണോ അടുത്ത ജന്മത്തിൽ ജനിക്കുന്നത്, മരിച്ചതിന് ശേഷം ജനിക്കുന്നത്, ആ കുടുംബത്തിൽ കൊണ്ടുവന്നവൻ 5 കോടി കമ്മീഷൻ എടുക്കും. ബാക്കി 95 കോടി നിങ്ങൾക്ക് വരും. അത് വിശ്വസിക്കാൻ ഈ നാട്ടിൽ പണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഏത് പണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട്. മനസ്സിലായോ? എനിക്കറിയാം ഈ കേരളത്തില് സംശയം ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ഇവർ നമ്മൾ കരുതുന്ന പോലെ മണ്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? ശരി, നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ മണ്ടന്മാരാണ്. കാരണം മണ്ടത്തരം കാണിച്ചുകൊണ്ട് ജനങ്ങളെ ശരിക്കും മണ്ടന്മാരാക്കി, ജനങ്ങളെ മണ്ടന്മാരാക്കണല്ലേ. ഇവർക്ക് തന്നെ വെളിവില്ലാത്ത ആളുകളെ. ഇപ്പൊ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടില്ലേ? അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് തന്നെ അസുഖമാണ്. പക്ഷെ അവന് തന്നെ അസുഖമുള്ള ആളുകളാ പുറകെ നിന്നിട്ടുള്ള ആളുകൾ ഇതുപോലെ മോട്ടർ കീ കൊടുത്ത് അങ്ങോട്ട് വിടും.
കീ കൊടുത്ത് വിട്ടിട്ട് ഇതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ പറയും. പിന്നെ എന്താണ് ഷിജിന സജിന എന്ന് എന്തോ പറയുന്ന ആ പെങ്കൊച്ചൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ഇരുന്ന് എല്ലാം മൂളി കൊടുക്കും. എങ്ങനെയാണ് ഇവരോട് ചോദ്യം ചോദിക്കുന്നതായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താമസിക്കും, ഞാനൊരു 10ാം നിലയിൽ നിൽക്കണായിരുന്നു, ഞാൻ അവിടെ നിന്ന് ചാടിയാലാന്ന് വിചാരിച്ചു. ഞാൻ അപ്പം തന്നെ ജനലിന്റെ അടുത്ത് പോകുന്നു, കാരണം അല്ലെങ്കിൽ ഞാൻ ആ മൊമെന്റിൽ ചാടിപ്പോയായിരുന്നു. കാരണം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കണം ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ളതാണ് ഇവരോട് ചോദിക്കുന്നത്. അപ്പൊ തന്നെ ഇവന്റെ ഡയലോഗുകളാണ്. പിന്നെ ഇവൻ അടുത്ത ഡയലോഗ് ഇവന്റെ വിവരക്കേട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്, ഇവൻ മൈത്രേയനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. മൈത്രേയനും ഹാഷ്മി താജ് ഇബ്രാഹിം തമ്മിലുള്ള ജനകീയ കോടതി എന്ന് പറഞ്ഞ പരിപാടി അവതരിപ്പിച്ചതിന് ശേഷം അത് കണ്ടിട്ട് ഇവൻ പറഞ്ഞേ, ഒരു 15 മിനിറ്റ് എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മൈത്രേനെ മടക്കി കൂട്ടി എന്ത് ചെയ്താനെന്ന്, പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചേനെന്ന്. ആരാ മൈത്രേയൻ? ആരെങ്കിലും പറയുന്ന വർത്താനമാണ് ഇത്. പിന്നെ ഇവരെ കൊണ്ട് മടക്കി കൂട്ടാൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ അയാള് 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും എടുക്കൂല, ആ 3ാമത്തെ മിനിറ്റിൽ തന്നെ ഇവന്റെ കറകുറ്റി അടിച്ചിട്ട് എന്ത് ചെയ്യും, വേണമെങ്കിൽ ഇവനെ അയാൾ ഇടിച്ച് മടക്കാൻ പറ്റും. അല്ലാതെ ആശയപരമായിട്ടൊന്നും മടക്കാൻ പറ്റില്ല. അങ്ങനെ മടക്കിയിട്ട് എന്ത് ചെയ്യും, അതുപോലും ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളിയുടെ ഇച്ഛാശക്തിയും പുള്ളിയുടെ വിൽ പവറൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ അങ്ങോട്ട് എഴുന്നള്ളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു വലിയ പ്രതിഭാസം ഇതെല്ലാം കേട്ട് കൈയടിക്കാൻ ജനം തയ്യാറുമാണ്. ഉണ്ടെന്നേ. അതിപ്പോ അലൻ ജോസ് പെരേരക്ക് കൈയടിക്കുന്നില്ലേ, ഈ പറയുന്ന പോലെ വേറെ ആളുകൾ കൈയടിക്കുന്നില്ലേ, അങ്ങനെ ആറാട്ടണ്ണന് കൈയടിക്കുന്നില്ല, അങ്ങനെയൊക്കെ കൈയടിക്കും. മനസ്സിലായി? അല്ലാതെ ആളുകൾ ആരും നാളെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കൈയടിക്കും. പക്ഷെ ഈ കൈയടിക്കുന്ന ആരും നാളെ ഇലക്ഷൻ വന്നു നിന്ന് ഒട്ടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം കുഴപ്പമാണ്, മാരാര് ജയിക്കൂട്ടാ, മാരാര് ജയിക്കാതിരിക്കുന്ന വിഷയമില്ല. മാരാര് ജയിക്കും, കേരളം രക്ഷപ്പെടും. പിന്നെ വെളിവ് ഒട്ടുമില്ലെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ഒരു നിങ്ങൾ NDAയുടെ മുഖ്യമന്ത്രി, അതായത് BJPയുടെ മുഖ്യമന്ത്രി ഇവിടെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് അവൻ ചോദിക്കണം. അപ്പൊ പറഞ്ഞാൽ BJPയുടെ മുഖ്യമന്ത്രി വന്നാൽ അയാൾക്ക് വേറൊരു ഐഡിയ ഉണ്ടാവും, ഇവനൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവൻ പറയണ എല്ലാം ആ മുഖ്യമന്ത്രി കേൾക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അവരുടെ ഐഡിയയും ഇവന്റെ ഐഡിയയും കൂടി എന്താണ് മറ്റേ പുഴുക്കുണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടത് എന്തൊക്കെയോ. കറക്റ്റ് പാർട്ടി ഒരു ഗുണമുണ്ട് ഈ നാട്ടിലൊരു, അല്ല നാട്ടിലൊരു വലിയ ഗുണം കൂടി ഉണ്ട്. അതെന്താന്ന് പറഞ്ഞുതരാം. ഒരു ന്യൂസ് ചാനലുകളും ഇവനൊന്നും ഇന്റർവ്യൂ ചെയ്യുന്നില്ല. പകരം കുറെ ഈ പറയുന്ന പോലെ വേതാളങ്ങള് മറ്റേ മൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് എന്റർടൈൻമെന്റ് ചാനലുകളാണ്. ഈ എന്റർടൈൻമെന്റ് ചാനലുകളിൽ ഗദ്ദാഫി, അതുപോലെ തന്നെ ഈ ഷിജിന, ഗദ്ദാഫി അവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗദ്ദാഫിയുടെ ഞാൻ ഗദ്ദാഫിയുടെ ഇന്റർവ്യൂ ഒന്നും കാണാറില്ലായിരുന്നു. ഗദ്ദാഫിനെ ഞാൻ കണ്ടതെന്താ വെച്ചാൽ നമ്മുടെ VS രഞ്ജിത്ത് എന്ന് പറയുന്ന റിപ്പോർട്ടറിന്റെ ഹെഡ് ഉണ്ട് മറ്റേ കോഴിക്കോട് ഉള്ള ആ VS രഞ്ജിത്തിന് ഒരു തവണ ഈ ഗദ്ദാഫി ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഈ ഗദ്ദാഫിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ എനിക്ക് ആ ഇന്റർവ്യൂവിന്റെ പോർഷൻ ഒന്ന് കൃത്യമായിട്ട് ഫുൾ എപ്പിസോഡ് ഒന്ന് ഇട്ട് തരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ VS രഞ്ജിത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഞാനത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഗദ്ദാഫിയൊക്കെ എന്തോ ചോദിക്കുകയാണ്. അപ്പൊ ഗദ്ദാഫി അതുപോലെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇവനെതിരെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം മമ്മൂട്ടിയോട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്നും പറഞ്ഞ് മമ്മൂട്ടി ഏതെങ്കിലും സിനിമ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇഷ്ടമുള്ള എല്ലാവരും കൂടി കയറി സിനിമ ഉണ്ടാ വിജയിക്കൂല എന്നൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നുമില്ല ഇവനെ സംബന്ധിച്ചോളം. ഇപ്പൊ തൽക്കാലം BJP പോയി അവിടെ സീറ്റ് കിട്ടിയില്ല. കോൺഗ്രസിലല്ലേ, കോൺഗ്രസ്സുകാർ എന്താണെങ്കിലും കാണുമ്പോൾ തന്നെ വാഗ്ദാനം കൊടുക്കും. മനസ്സിലായി? കോൺഗ്രസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കേരളം എഴുതി തരാന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ഒരു പൊട്ടനാണെന്ന് നമുക്ക് എഴുതി തള്ളാൻ കഴിയും. കാരണം ബിഗ് ബോസിന്റെ വിന്നറായി, പിന്നീട് ഇപ്പൊ BJP മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി, നല്ല ഫണ്ട് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പൊട്ടനാണെന്ന് നമ്മൾ അങ്ങോട്ട് വിധി എഴുതുന്നത് അല്ല. താങ്കൾ വിധി എഴുതണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. താങ്കൾ വേണമെങ്കിൽ അയാൾ മഹാനാണെന്നോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്നോ പല കാര്യങ്ങളും വിധി എഴുതാം. മനസ്സിലായി? ഇപ്പൊ നമ്മള് ദാവൂദ് ഇബ്രാഹിമിനെ ചില ആളുകൾ വിധി എഴുതുന്നത് ഭയങ്കര മിടുക്കനായിട്ടല്ലേ. അതൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ കള്ളക്കടത്ത് നടത്തുന്നവന് വലിയ വീരാരാധന തോന്നുമായിരിക്കും. പിന്നെ എന്റെ ഭാഗത്തുള്ള ഇവിടെ ഈ ആളുകൾ വോട്ട് ചെയ്യുന്നതോ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും പൊട്ടണോ നല്ലതോ ഒന്നും ചിന്തിക്കാൻ പറ്റില്ലെന്നേ. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞുതരാം. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് മംഗളോ മനോരമയല്ലേ. അപ്പൊ മംഗളോ മനോരമയാണോ ഇവിടെ ഏറ്റവും നല്ല മാഗസിൻസും വീക്കിലികളും? ആണോ? അല്ലെന്നുള്ള ഇവിടെ ഭാഷാഭൂഷണി ആരും വായിക്കണില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എത്ര പേര് വായിക്കുന്നുണ്ട്? ഔട്ട്ലുക്ക് എത്ര പേര് വായിക്കുന്നുണ്ട്? പക്ഷെ സാധാരണ വായിക്കാത്തവനും അറിയാം, ഒരു കാര്യം അറിയാം, ഇതൊക്കെയാണ് നല്ല പ്രസിദ്ധീകരണങ്ങൾ. പക്ഷെ ഞാനിതാണ് വായിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും അട്രാക്ട് ചെയ്യപ്പെടില്ല. നമ്മൾ എപ്പോഴും അട്രാക്ട് ചെയ്യപ്പെടുന്നത് മോശം കാര്യങ്ങളിലേക്ക്. അത് തന്നെ. മോശം കാര്യങ്ങളെ നമ്മളെ സ്വാധീനിക്കും. അല്ലാതെ 16 ബെഗടിക്കുന്നവൻ മഹാനാണെന്ന് ഇവിടെ ആരെങ്കിലും പറയും? പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ എരൂരി ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള സ്റ്റാമിനാണെന്ന് പറയും. അല്ല അവിടെയുള്ള ഡോക്ടർ എന്നെയൊക്കെ ചീത്ത പറയാറുണ്ട്. ഒരു ഡോക്ടറാണ്, ഫേമസ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പുള്ളി എന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നടക്കണം. മറ്റവൻ ഡീസന്റ് കണ്ട് അവൻ 5 ബെഗ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ വേന്നടിക്കും. നിങ്ങൾ വെറുതെ കുപ്പി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യില്ല കഴിക്കൂല എന്നൊക്കെ എന്നോട് പറഞ്ഞ് ചീത്ത പറയാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞ പോലെ നാളെ ചില ആളുകൾ മറ്റേ പീഡനം നടത്തുന്നവനെ കുറിച്ച് മഹാനാണെന്ന് പറയൂലേ.
പിന്നെ ഇവരെയൊക്കെ ആരാണ് ഈ എടുത്ത് പൊക്കണെന്ന് അറിയാമോ? ഇപ്പൊ ഷാജനെ പോലെയുള്ള ആളുകൾ ഈ വകീൽമാരെ കുറിച്ചൊക്കെ ഭയങ്കര വീഡിയോസ് ഇടുന്നത് എന്താ കാര്യം എന്നറിയോ? ഇതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ജനറേഷനിലുള്ള കുറെ ആളുകൾ ഈ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഇവരെ വോട്ട് ചെയ്തവരുണ്ടാവും. അപ്പൊ അവരുടെ വ്യൂവർഷിപ്പും കൂടി ഇങ്ങോട്ട് പോരട്ടെ, കാരണം അവർ ഈ ന്യൂസ് ചാനലൊന്നും കാണാത്തവരാണ്. അപ്പൊ അവരുടെ വ്യൂവർഷിപ്പും കൂടി പോരട്ടേതാണ്. പിന്നെ കേരളത്തിൽ ഇപ്പോഴുള്ള ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഈ 2020യുടെയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ പ്രചരണം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ മറ്റേ എന്താണ് കാക്കക്കുയിൽ, നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, വെള്ളക്കുയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ചാനലുകളുണ്ട്. ഈ ചാനലുകൾ ഇവരുടെ പുറകെ എന്ത് ചെയ്യാണ്, നടക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ഇന്റർവ്യൂ എടുത്തിടുകയാണ്. അവരുടെ മുമ്പിൽ ഇവർക്ക് ധൈര്യമായിട്ട് ഇരുന്ന് കൊടുക്കുക. അല്ലാതെ കരൺ താപ്പറൊന്നും ഇവർ വിളിക്കാനും പോണില്ല. കരൺ താപ്പറിന്റെ മുമ്പിൽ ഇവർക്ക് പോലും ചെന്നിരിക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യുക, റീൽ ഇടുക, അങ്ങോട്ടും കൂടെ നടക്കുക. പിന്നെ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികേടുണ്ട്. ആ വൃത്തികേട് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ചെന്ന് വെച്ചോ, അപ്പൊ ഏതെങ്കിലും നടിമാർ വന്നിട്ട് പോകുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇടുക. എന്നിട്ട് പ്രത്യേക ഫോക്കസുകൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അത് കേൾക്കാൻ നമ്മുടെ ഈ നാട്ടിലെ കുറെ ഞരമ്പന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഇതും യഥാർത്ഥത്തിൽ ഒരു ഞരമ്പാണ്. കാരണം വെച്ചാൽ ഇതുപോലെ മണ്ടത്തരങ്ങൾ കേട്ട് ചിരിക്കാനുള്ള ഒരു കാര്യം. ഞാൻ ഈ ഇന്റർവ്യൂ വളരെ കഷ്ടപ്പെട്ടാണ് കണ്ടത്. സത്യത്തിൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആദ്യം തന്നെ ഷെഫീനോട് എനിക്ക് വലിയ വൈരാഗ്യം തോന്നിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്തിനാണ് ഇത്ര വലിയൊരു തമ്പ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മണ്ടൻ മൈ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് കൊടുത്തേക്കുന്നത് കൃത്യം. പിന്നെ പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നി. എന്നെ കൊണ്ടത് ഇടാൻ പറ്റില്ല, പക്ഷെ പെർഫെക്റ്റ് അല്ല. ഞാൻ പറഞ്ഞ എന്നെ കൊണ്ടത് ഇടാൻ പറ്റില്ല, പക്ഷെ തെറ്റില്ലെന്ന് എനിക്ക് തോന്നി. ഇതുപോലെയുള്ള കുറെ വേതാളങ്ങളെ എടുത്ത് ഇതുപോലെ വെച്ചേക്കാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ പിന്നെ അഖിൽ മാരാരുടെ 6ാമത്തെ പ്രസവത്തിന് കഴിഞ്ഞിട്ട് അവൻ ഇടിക്കുന്ന ഒരു അരിയുണ്ട എനിക്ക് കഴിക്കണമെന്നുണ്ട്.